ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് റൈഡ് പോവാണ്. ഇഷ ഫൗണ്ടേഷൻ്റെ ആദ്യമൊക്കെ ഈ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് ഉണ്ട് പൊന്നി. മുന്നിൽ പോകുന്നത് നമ്മുടെ വിശ്വാസപ്രമാണ്. അങ്ങനെ നമ്മളിപ്പം NH കയറിയിട്ടുണ്ട്. ഈ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രോപ്പർ സിറ്റിയിലൊക്കെ അലമ്പാർ എല്ലാ സർവീസ് റോഡ് വഴിയാണ്. ഏതായാലും അവസാനം NH കയറി. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 6:05 ആയിട്ടുണ്ട്. ചിക്ബെല്ലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു സ്റ്റോപ്പ് എടുത്തായിരുന്നു, ഒരു ടോളിൻ്റെ അവിടെ. നല്ല തണുപ്പും മഞ്ഞുണ്ട്. ഇപ്പോൾ ടൈം ഒരു 6:30 കണ്ടോ, നല്ല ഫോഗി ക്ലൈമറ്റ്. നല്ല തണുപ്പുണ്ട്. എയർപോർട്ടിൻ്റെ അവിടെ വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം നല്ല വൈബ് ടൈം. ഞാൻ പുതിയ KVTയുടെ ഹെൽമെറ്റാണ് ഇന്നത്തെ റൈഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. സാധനം നല്ല കിടിലൻ സ്റ്റേബിളാണ്. ഗോപ്രോയുടെ സെറ്റപ്പ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആംഗിൾ അങ്ങോട്ട് എനിക്ക് കറക്റ്റ് സെറ്റാക്കണം. Hope it is good. നമ്മുടെ മുന്നിൽ ആ C900 പോകുന്നത്. C800 അല്ലേ? സൗണ്ട് എന്റെ പൊളിയാണ്. എന്റെ പോലെ R15 മറ്റേ ഒരു ട്രോള് കണ്ടിട്ടുണ്ട്. ഏത് സൂപ്പർ ബൈക്കിന്റെ പുറകിലും ഒരു R15 പോകുന്നു. നമ്മളിപ്പം
നമ്മളിപ്പോൾ ഹൈവേന്ന് ഒരു ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട്. ഇനി ഒരു ഷോർട്ട് കട്ട് റൂട്ട് വല്ലതും പറഞ്ഞാണോ എന്നും അറിയില്ല. പോയി നോക്കാം. നല്ല കിടിലൻ ക്ലൈമറ്റാണ് കേട്ടോ, സത്യം. നല്ല അടിപൊളി വഴിയാണ്. കണ്ടില്ലേ, എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂവൊക്കെ ഉണ്ട്. പൂക്കൃഷിയാണോ അതോ ഇനി എന്തെങ്കിലും പൂത്ത് നിൽക്കുന്നതാണോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ലെഫ്റ്റ് എടുക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ ഹില്ല് കാണാം, അതേപോലെ റൈറ്റ് സൈഡിലും ഉണ്ട്. നമ്മളങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. മയൂര ബേക്കറി. നമ്മളങ്ങനെ ചിക്ബല്ലാപൂർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഐഷ ഫൗണ്ടേഷൻ്റെ സ്റ്റാച്യുവിൻ്റെ പോകുന്ന വഴിയാണ്. ഇവന്മാർ ബസ്സുകാർ സൈഡ് തരത്തില്ല, കറക്റ്റ് നടുക്കൂടെ, അല്ലെങ്കിൽ റൈറ്റ് പിടിച്ച് ഒക്കെയാണ് പോകുന്നത്. ഇതൊരു പ്രോപ്പർ വില്ലേജ് ഏരിയയാണ്. നമ്മൾ വന്ന അത്ര നെടുപ്പേ കാണുന്നത്. റോഡ് അത്ര നല്ലതല്ല. ഞങ്ങളീ വരുന്ന റോഡ് വേറെ നല്ല വഴി കാണും. ലെഫ്റ്റ് സൈഡിൽ നല്ല 2-3 ഹിൽസ് ഇങ്ങനെ കാണാം. കണ്ടില്ലേ? ഈ ഹെൽമെറ്റിൽ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഹെൽമെറ്റ് പുതിയതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാവാനുണ്ട്. ലൂസെന്ന് മീൻസ് ഇപ്പോൾ അത്യാവശ്യം ടൈറ്റാണ്. ഒന്ന് സെറ്റാവാൻ ബ്രേക്ക് ഡൗൺ പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വായനക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ലേ, ഈ നല്ല വ്യൂ ആണ്. നല്ല റോഡും കിട്ടിയിട്ടുണ്ട്. പൊളി. ആഹാ, നമ്മൾ നന്ദി ഹിൽസ് പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ കയറാം ഈ റൂട്ട്. നല്ല കിടിലം വഴി. ഇപ്പോൾ ടൈം 7:40 ആയിട്ടേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ അന്തരീക്ഷത്തിന്.
കണ്ടില്ലേ, നല്ല കിടില ലൊക്കേഷനാണിത്. ബാംഗ്ലൂരിൽ നിന്നുള്ളവർക്ക് ഔട്ട്സ്കേർട്സിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രാവൽ 1 ഡേ ഒക്കെ ട്രിപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലമുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. അതിലൊന്നായിട്ടാണ് ഇതും. ഒരുപാട് ദൂരമില്ല. ഇതാണ് ഇഷ ആദിയോഗി റോഡ്. നമ്മളങ്ങനെ ആദിയോഗി ആ റോഡെന്ന് പറയും ഇഷ ആദിയോഗി റോഡ്. ഇത് ഫുൾ അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മേടിച്ചാണോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് പേര് കിടക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. ഇത് പുതിയതായിട്ട് പണിഞ്ഞതുമാണെന്ന് തോന്നുന്നു. നല്ല റോഡാണ്. കണ്ടില്ലേ, ഇതെല്ലാം പൊളിച്ചിങ്ങനെ പണിഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓ, എന്താ ഒരു വ്യൂ അല്ലേ, നല്ല കിടിലം വ്യൂ. ഒരു രക്ഷയില്ല. വിശ്വാസ് പ്രോ എണ്ണീച്ച് നിന്നൊക്കെ പോകുന്നു. ഓഫ് റോഡ് അല്ലാത്ത റോട്ടി. റോഡ് അത്ര സ്മൂത്ത്, നല്ല പുതിയതായിട്ട് ടാർ ചെയ്താണ്. അത്ര സ്മൂത്താണെന്ന് പറയാം. കാരണം ഇച്ചിരി ഉണ്ട് ബമ്പിനെസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. അത് ഈ ഹിൽ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക സ്ഥലം എൻ്റെ മുന്നേ. നമ്മളെ പോകുന്ന സ്റ്റാച്ചു ആണ് അവിടെയാണ്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ ഒരു ബൈക്കിന് 20 റുപ്പീസാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇഷയുടെ അവിടെ നിന്ന് ഇപ്പോൾ വെയിലായി തുടങ്ങിയിട്ടുണ്ട്. 10-12 വലിയ ചൂടില്ല ഇതുവരെ. നോക്കിയേ വ്യൂ
ഇവിടെ ഇപ്പോൾ ഷോപ്സൊക്കെ ഓപ്പണായി. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ആൾക്കാർ വരുന്നതനുസരിച്ച് ഓപ്പണായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഒരു വഴിയുണ്ട്. അന്ന് നമ്മൾ പോയ റൂട്ട്, നന്ദി ഹിൽസ് പോയ വഴി. എനിക്കൊന്ന് ആ റൂട്ട് കയറാനൊരു പ്ലാനുണ്ട്. അത് കുറച്ചുകൂടെ ഈ ഹൈവേ തന്നെ പോകുന്നതിനേക്കാൾ വെയിൽ കൊണ്ട് പോകണ്ടെന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒന്ന് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ആ റൂട്ട് തിരിച്ചു പോയി കുറച്ച് ദൂരം അങ്ങനെ കറങ്ങി പോകാമെന്നൊരു പ്ലാനുണ്ട്. പോയി നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. റോഡ് മോശമാകാൻ സാധ്യതയുണ്ട്. ഇത് നല്ലൊരു പ്ലേസാണ്. ഈശ ഫൗണ്ടേഷൻ്റെ ഏറ്റവും കൂടുതൽ ബെറ്റർ നല്ല നേരം വെളുത്ത ടൈമിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ട് വെയിൽ തുടങ്ങി. ഇപ്പോൾ 10 മണി. ഇപ്പോൾ ഇനിയും വരുന്നവർക്കെല്ലാം നല്ല വെയിലുള്ള, അല്ലെങ്കിൽ പിന്നെ ഈവനിങ് വരണം. അങ്ങനെ വല്ലതും വരണം ആ ടൈമിലൊക്കെ. പിന്നെ നൈറ്റ് അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നൈറ്റാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. കാരണം നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഫുള്ള് ലേസർ ലൈറ്റിംഗ് ഒക്കെയുള്ള ഇതാണ് ആ സ്റ്റാച്ചു. അവിടെ കൂടുതൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. കുറേ ഭാഗങ്ങൾ അവിടെ എന്തൊക്കെയോ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യാനാണ്. ഒരു കുരങ്ങ് ഇരുന്ന് കഴിക്കുന്നുണ്ടോ ആ സിഗ്നലിൻ്റെ മേളിൽ. ഒറ്റയ്ക്കുള്ളല്ലോ. ആ ഹിൽസ് കണ്ടേ, അത് പാറയാണ്. വലിയ പാറ എന്തോ. നമ്മളങ്ങനെ ഫോറസ്റ്റ് റൂട്ടിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഫോറസ്റ്റ് എന്ന് പറയാൻ അങ്ങനല്ല, ആ നമ്മുടെ നന്ദിയുടെയൊക്കെ ഫ്രൂട്ടാണ് ഈ സാധനം. ഞാൻ അന്ന് വന്നപ്പോൾ ഈ റൂട്ട് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ തിരിച്ചു പോയി. അന്ന് അവിടുന്ന് നമ്മൾ ഈ ആദിയോഗിയിൽ വരുമ്പോൾ ഈ റൂട്ടാണ് വരേണ്ടത്. ഞാനന്നത് പിടിക്കാതെ തിരിച്ചു പോയായിരുന്നു. ഇപ്പോൾ അത് പിടിച്ചു. കൊള്ളാം. ഇവിടെ സൈഡിലെല്ലാം നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാം. നമ്മളങ്ങനെ വിശ്വാസ് ബ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങുവാണ്. പുള്ളി പറയുന്നത് എൻ്റെ വണ്ടി വരുന്നുണ്ട്. എൻ്റെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് നന്ദി ഹിൽസ്. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. നല്ല റൂട്ടാണിത്. കുരങ്ങന്മാർ, കുഞ്ഞു കുരങ്ങൊക്കെ ഉണ്ട്. ഓ, ആൾക്കാരിങ്ങനെ ഓരോ നിട്ട് കൊടുക്കുന്നത്. അതൊക്കെ റോഡിൻ്റെ നടുക്കോട്ട് ചാടിക്കഴിഞ്ഞാൽ അമ്മമാരെന്തേലും കാണിക്കട്ടെ. ഉണ്ടോ, നല്ലൊരു വഴിയാണ് ഇത്. പക്ഷേ ഇച്ചിരി വെളുപ്പിന് വരണമായിരുന്നു. അല്ലെങ്കിൽ മഴയുള്ള ടൈം, മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ റോഡിന്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നന്ദി ഹിൽസ്.
ഇത് അന്ന് വന്ന വഴിയാണ്, നല്ല റൂട്ടാണ്. ഇത്തവണ മൈക്ക് കറക്റ്റ് ആണോ എന്ന് അറിയില്ല, എനിക്ക് ഇതനുസരിച്ച് സെറ്റ് ചെയ്യണം അതിൻ്റെ പൊസിഷൻ. ഗോപ്രോയുടെ മൈക്ക്. ഒരു കുതിരയെ കണ്ടോ, ഇങ്ങനെ കാലക്കെട്ട് ചവിട്ടാനുള്ള പ്ലാനാണോ? നമ്മളിപ്പോൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇടയ്ക്ക് കുറച്ച് സൂപ്പർ ബൈക്കുകൾ കണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കിയപ്പോഴത്തേനും അവന്മാരങ്ങ് പോയി. ആ ടൈം പോലും കിട്ടിയില്ല. കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ സിഗ്നലിൽ നിന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പം തിരിച്ചെത്താറായി. ജസ്റ്റ് ഒരു ചെറിയ റൈഡ് പോയാൽ ഞങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്. അപ്പം ഇനിയും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനി കൂടുതലൊന്നും കാണാനില്ല, നമ്മൾ ചുമ്മാ കുറേ നേരമായിട്ട് റൈഡ് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പോയതാണ്. ഇനിയിപ്പം തിരിച്ചു പോകാൻ വേറെ കാഴ്ചകളൊന്നുമില്ല. പുതിയ പുതിയ നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും, റൈഡ് വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.